അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിജയപരാജയങ്ങളെക്കുറിച്ചാണ്. എന്താണ് വിജയപരാജയം? വിജയം എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിജയം. പരാജയമാണെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പരാജയം. എന്നാൽ ഈ വിജയിക്കുന്ന ആൾക്ക് ഒരുപാട് പ്രശംസകൾ കിട്ടും, കയ്യടി കിട്ടും, അല്ലേ? ജീവിതത്തിൽ എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് പരാജയത്തിൻ്റെ രുചി എന്തെന്നറിയില്ല. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ അതിനെ വളരെ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹം എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതേസമയം പരാജയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ പരാജയത്തിൻ്റെ കയ്പ് നീരുകൾ രുചിച്ചറിഞ്ഞവനാണ്. അതിനെ ആഴത്തിൽ ഏത് വിഷയത്തിലാണെങ്കിലും ആ വിഷയത്തിൽ അവൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എനിക്ക് തോൽവി സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചതെന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്താൻ അവൻ തയ്യാറാകുകയും അതിൽ നിന്നും അവൻ പടിപടിയായി കൃത്യമായി സ്റ്റെപ്പുകൾ വച്ച് അവൻ ഉയരങ്ങളിലേക്ക് കയറി വരികയും അവനക്ക് കൃത്യമായി വിജയത്തിലേക്ക് എത്താനും സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയത്തെക്കാൾ ശരിക്ക് പരാജയമാണ് നമ്മൾ ആദ്യം പരാജയപ്പെട്ടാണ് പഠിക്കേണ്ടത്. ചിലർ എന്തെങ്കിലും കാര്യങ്ങളിൽ പരാജയപ്പെടുമ്പോഴത്തേക്കും അവരാകെ തകർന്നു പോകും. ചില കുട്ടികളില്ലേ, നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാത്തിലും 1-ാം ക്ലാസ് മുതൽ, ചിലർ പറയാറുണ്ട് 1-ാം ക്ലാസ് മുതൽ നല്ല മാർക്ക് മേടിക്കുന്ന റാങ്ക് മേടിക്കുന്ന കുട്ടിയാണ്. അവർ +2 വന്ന സമയത്ത് അവൾക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അവന് മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെ പലർ ഈ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ വളരെ മാനസിക വിഷമത്തോടുകൂടി പല രീതിയിലും ആത്മഹത്യ വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു പരാജയമേ അല്ല എന്ന് അവർക്ക് മനസ്സിലാവാത്തതൊന്നുകൊണ്ടാണ്. അവർ ജീവിതത്തിൻ്റെ എല്ലാ തുടക്കകാലങ്ങളിലും അവരെപ്പോഴും വിജയിച്ച് എല്ലാവരുടെ നിന്നും കയ്യടി നേടി വന്നവരാണ്. അങ്ങനെ വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് പരാജയം സംഭവിച്ചപ്പോൾ ആ പരാജയത്തെ നേരിടാനുള്ള മനസ്സിൻ്റെ കരുത്ത് അവർക്കില്ലാതെ നഷ്ടപ്പെട്ടു പോയി. അവർ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതെയാണ് അവർ ആ ഒരു പ്രയാസം, ഈ ആളുകളെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും, ഈ തോൽവിയെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ള മനപ്രയാസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവരെന്തെങ്കിലും ചെയ്തു പോകുന്നതാണ് ആ സമയത്ത്. അതുകൊണ്ട് കുട്ടികൾക്ക് പരാജയങ്ങളെ നമ്മളെപ്പോഴും വിജയങ്ങൾ മാത്രം അല്ല, പരാജയപ്പെടാനും കൂടി നമ്മൾ പഠിപ്പിക്കുകയും പരാജയപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വളരെ ഡീപ്പായിട്ട് ആ പരാജയപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണ് ഈ പരാജയം എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലാണെങ്കിലും ശരി, പരാജയപ്പെടുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വിഷയത്തെ കൃത്യമായി എവിടെ നിന്നാണ് പരാജയം പറ്റിയത്, എവിടെയാണ് നമുക്ക് തോൽവി സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുകയും അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൃത്യമായി നമുക്ക് ഉയരങ്ങളിലേക്ക് കയറി വരാനും സാധിക്കും. അതുകൊണ്ട് പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പരാജയങ്ങളിൽ ആരും ഇത് നമ്മുടെ ഇതാണ് എന്ന് ആരും ചിന്തിച്ചു പോകരുത്. നമുക്കൊരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് പരാജയങ്ങളാണെങ്കിലും ഇത് ജീവിതത്തിൽ തന്നെ പല പരീക്ഷണങ്ങൾ, പരീക്ഷകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് തോൽക്കേണ്ടി വരും, ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും. ആ സമയങ്ങളിലൊക്കെ ആ തോൽവിയും തോറ്റുകൊടുക്കലുമൊക്കെ നമ്മുടെ വിജയത്തിൻ്റെക്കുള്ള ഒരു പടിയാണ് എന്ന് മനസ്സിലാക്കി സ്വധൈര്യം നല്ല രീതിയിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും നല്ലൊരു മനഃശക്തിയും മനക്കരുത്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തോൽവി ഒരിക്കലും അതൊരു ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും തോൽവിയെ നമ്മൾ സ്നേഹിക്കുകയും തോൽവിയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്താൽ, ആ തോൽവിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവസാനം നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്ക് ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു തോൽവിയും നിങ്ങളുടെ തോൽവിയല്ല, അത് വിജയത്തിന് മുന്നോടിയായിട്ടുള്ളൊരു തോൽവിയാണ്. അവസാനം നിങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുക. പക്ഷെ അത് നേരിടാനുള്ളൊരു ധൈര്യവും മനക്കരുത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.